ഹലോ വെൽക്കം അഗെയിൻ ടു ഇംഗ്ലീഷ് വൗ. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ ഒരു പ്രശ്നമായിരിക്കും, ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത്, ഇംഗ്ലീഷിലുള്ള ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് വാക്കുകളുടെ അർത്ഥമൊക്കെ കുറേ നമുക്ക് അറിയണ്ടാവും. പക്ഷേ ഒരു സെൻറ്റൻസ് ആയിട്ട് വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് കൂട്ടി വായിക്കുന്ന സമയത്ത് മീനിങ് കൺഫ്യൂഷനായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റിലെ ഒരു ലെസൺ വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. വായനയുണ്ട് കുറേ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാഷ പഠിക്കാനും നമുക്ക് കുറച്ചൊക്കെ സ്പീക്കിങ്ങിനൊക്കെ നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് റീഡിങ് ഹാബിറ്റ് എന്നുള്ളത്. അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക. ഒരു പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ് റോബിൻ ശർമ്മ. നിങ്ങൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ലെസണാണ് ഞാനിവിടെ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് വായിച്ച്, അതല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, അതല്ലെങ്കിൽ ഒരു ലെസൺ വായിച്ച് അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ബുക്കിൻ്റെ പേര് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആരാണ് കരയുക? നിങ്ങൾ മരിക്കുന്ന സമയത്ത് ആരാണ് കരയാനുണ്ടാവുക എന്നൊരു ചോദ്യമാണത്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് റോബിൻ ശർമ്മ എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഇവിടെ അതിലൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ യുവർ പേഴ്സ്പെക്റ്റീവ്. അതിലൊരു ലെസണാണ് മെയിൻറ്റെയിൻ യുവർ പേഴ്സ്പെക്റ്റീവ്. പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചപ്പാടുകൾ എന്നാണ്. ഇപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും എത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു മോറൽ ലെസണും കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മെയിൻറ്റെയിൻ യുവർ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. One day, according to an old story, a man with a serious illness was wheeled into a hospital room where another patient was resting on a bed next to the window. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. വൺ ഡേ, ഒരു ദിവസം. പിന്നെ അവിടെ കോമ ഇട്ടിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി. അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു പഴയ കഥ പ്രകാരം, ഒരു പഴയ കഥയനുസരിച്ച്, അങ്ങനെ ഒരു മീനിങ് കൊടുക്കാം. അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി, ഒരു പഴയ കഥ പ്രകാരം അല്ലെങ്കിൽ ഒരു പഴയ കഥയനുസരിച്ച്. അപ്പോൾ അതൊരു കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, സോ വൺ ഡേ അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി എ മാൻ വിത്ത് എ സീരിയസ് ഇൽനെസ്. ഒരാൾ, എങ്ങനത്തെ ആളാണ്? വിത്ത് എ സീരിയസ് ഇൽനെസ്, അയാൾക്ക് കടുത്ത അസുഖമുള്ള ഒരാളാണ്. സീരിയസ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള രോഗമുള്ള ഒരാൾ. എ മാൻ വിത്ത് എ സീരിയസ് ഇൽനെസ്. അപ്പോൾ ആ ആൾ എങ്ങനത്തെ ആളാണ്? ഗുരുതരമായിട്ടുള്ള അസുഖമുള്ള ഒരാളാണ്. എ മാൻ വിത്ത് എ സീരിയസ് ഇൽനെസ് വാസ് വീൽഡ് ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം. അയാളെ എങ്ങോട്ട് കൊണ്ടുവന്നു? അയാളെ ഒരു ഹോസ്പിറ്റൽ റൂമിലേക്ക്. വാസ് വീൽഡ് എന്നാണ് പറഞ്ഞത്. എന്താ വാസ് വീൽഡ് എന്ന് പറഞ്ഞാൽ? വാസ് വീൽഡ് ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റൽ മുറിയിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ടു. കാരണം മറ്റാരോ ആണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? സോ ഞാൻ ഒന്നുകൂടി പറയാം. വൺ ഡേ അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി എ മാൻ വിത്ത് എ സീരിയസ് ഇൽനെസ് വാസ് വീൽഡ്. വാസ് വീൽഡ്, ഈ വാസ് വീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാസ് വീൽഡ് ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം എന്നാ പറയുന്നത്. വാസ് വീൽഡ് ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം എന്നാ പറയുന്നത്. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാം തള്ളിക്കൊണ്ടുവരുന്ന ഇപ്പോൾ സ്ട്രക്ചറോ അതല്ലെങ്കിൽ നമുക്ക് ചെയർ പോലത്തെ സംഗതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ മറ്റാരോ ഇയാളെ തള്ളിക്കൊണ്ടുവരപ്പെട്ടു. ഓക്കെ, സോ വൺ ഡേ അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി എ മാൻ വിത്ത് എ സീരിയസ് ഇൽനെസ് വാസ് വീൽഡ് ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം. അപ്പോൾ ആ ഹോസ്പിറ്റൽ റൂമിലേക്ക് എന്ന് പറയാനാണ് ഇൻ ടു എന്നവിടെ കൊടുത്തത്. നമ്മളതിന് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഏത് സ്ഥലത്തേക്കാണ്? ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം. ഓക്കെ, so was wheeled into a hospital room where another patient was resting on a bed next to the window. അപ്പോൾ സെൻറ്റൻസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ആ റൂമിൽ എന്തുണ്ട്? another patient, മറ്റൊരു പേഷ്യൻറ്റും കൂടി ഉണ്ടായിരുന്നു. അയാൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? another patient was resting on a bed next to the window where
അനദർ പേഷ്യൻറ്റ് വാസ് റെസ്റ്റിംഗ് ഓൺ എ ബെഡ് നെക്സ്റ്റ് ടു ദ വിൻഡോ. അതേ മുറിയിൽ മറ്റൊരു പേഷ്യൻറ്റ്, അതായത് മറ്റൊരു രോഗിയായിട്ടുള്ള ആൾ വാസ് റെസ്റ്റിംഗ് ഓൺ എ ബെഡ്, അയാൾ ഒരു ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്? നെക്സ്റ്റ് ടു ദ വിൻഡോ, അതായത് ജനലിനോട് ചേർന്നിട്ടാണ് അയാൾ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. വൺ ഡേ, ഒരു ദിവസം, അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് സ്റ്റോറി, ഒരു പഴയ കഥ പ്രകാരം, എ മാൻ വിത്ത് എ സീരിയസ് ഇൽനെസ്, ഗുരുതരമായിട്ട് രോഗമുള്ള ഒരാൾ, വാസ് വീൽഡ് ഇൻ ടു എ ഹോസ്പിറ്റൽ റൂം, ഒരു ഹോസ്പിറ്റൽ മുറിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. വേർ അനദർ പേഷ്യൻറ്റ് വാസ് റെസ്റ്റിംഗ് ഓൺ എ ബെഡ് നെക്സ്റ്റ് ടു ദ വിൻഡോ, അവിടെ മറ്റൊരു പേഷ്യൻറ്റും കൂടി അവിടെ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ കിടന്നിട്ടുണ്ടായിരുന്നത് ജനലിനോട് ചേർന്നിട്ടാണ്. ഓക്കെ. ആസ് ദ ടു ബിക്കെയിം ഫ്രണ്ട്സ്, എന്താ അങ്ങനെ പറഞ്ഞാൽ? ഈ രണ്ടാളുകളും എന്തായിത്തീർന്നു? ഫ്രണ്ട്സ് ആയി തീർന്നു. അപ്പോൾ ഇവർ രണ്ടാളും ഫ്രണ്ട്സ് ആയി തീർന്നപ്പോൾ, ആസ് ദ ടു ബിക്കെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ രണ്ടാളുകളും ഫ്രണ്ട്സ് ആയപ്പോൾ, മനസ്സിലായില്ലേ? ബിക്കെയിം എന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് ആണ്. ബിക്കം എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ആണ് ബിക്കെയിം. ഇവിടെ ആസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് വെൻ എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ. അതായത് രണ്ടാളുകളും, ഇപ്പോൾ വെൻ ദ ടു ബിക്കെയിം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ മീനിങ് ആണ്. ആസ് ദ ടു ബിക്കെയിം ഫ്രണ്ട്സ്, രണ്ടാളുകളും സുഹൃത്തുക്കളായി തീർന്നപ്പോൾ, സ്വാഭാവികമായിട്ടും രണ്ടാളുകളും സുഹൃത്തുക്കളായി. അപ്പോൾ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ദ വൺ നെക്സ്റ്റ് ടു ദ വിൻഡോ, എന്താണ് ദ വൺ നെക്സ്റ്റ് ടു ദ വിൻഡോ എന്ന് പറഞ്ഞാൽ? ദ വൺ മാൻ, ആ വൺ എന്ന് പറയുന്നത് ഒരാളെയാണ് അല്ലേ? അതായത് ജനലിനോട് ചേർന്ന് കിടക്കുന്ന ആൾ. ദ വൺ നെക്സ്റ്റ് ടു ദ വിൻഡോ, ദ വൺ നെക്സ്റ്റ് ടു ദ വിൻഡോ വുഡ് ലുക്ക് ഔട്ട് ഓഫ് ഇറ്റ്, അതായത് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം വുഡ് ലുക്ക് ഔട്ട് ഓഫ് ഇറ്റ്, അതായത് ജനലിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ജനലിലൂടെ അദ്ദേഹം പുറത്തേക്ക് നോക്കും. വുഡ് ലുക്ക് ഔട്ട് ഓഫ് ഇറ്റ്, അവിടെ ഇറ്റ് എന്ന് പറയുന്നത് ആ ജനലാണ്. വുഡ് ലുക്ക് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ സ്പെൻഡ് ദ നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ് ഡിലൈറ്റിംഗ് ഹിസ് ബെഡ് റിഡൻ കമ്പാനിയൻ വിത്ത് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. അപ്പോൾ എന്താണ് ചെയ്യുക? അദ്ദേഹം ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കും, അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കൊണ്ട് പിന്നെ അടുത്ത മണിക്കൂറുകൾ, അതായത് would look out of it and then spend the next few hours. നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏതാനും മണിക്കൂറുകൾ അല്ലേ? ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ എന്ത് ചെയ്യും? ഡിലൈറ്റിംഗ് ഹിസ് ബെഡ് റിഡൻ കമ്പാനിയൻ, തൻ്റെ സുഹൃത്തായിട്ടുള്ള ആ ബെഡിൽ കിടക്കുന്ന കൂടെ വന്നിട്ടുള്ള ആളെ അയാൾ സന്തോഷിപ്പിക്കും. ഡിലൈറ്റിംഗ്, അയാൾ സന്തോഷിപ്പിക്കാനുള്ള എന്തോ കാര്യങ്ങൾ പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ഡിലൈറ്റിംഗ് ഹിസ് ബെഡ് റിഡൻ എന്ന് പറഞ്ഞാൽ ബെഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബെഡിൽ കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. ബെഡ് റിഡൻ കമ്പാനിയൻ, സുഹൃത്ത്. ഓക്കെ. ബെഡ് റിഡൻ കമ്പാനിയൻ വിത്ത് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. അപ്പോൾ ഈ ജനലിൻ്റെ ഉള്ളിലൂടെ അയാൾ പുറത്തേക്ക് നോക്കി, അയാൾ പുറത്ത് നടക്കുന്ന കാഴ്ചകളുടെ എന്താ പറയുന്നു? വിവിഡ് ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കാഴ്ചകളുടെ ആ കാഴ്ചകളെക്കുറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം വിവരിക്കും. അതായത് പുറം ലോകത്ത് നടക്കുന്ന കാഴ്ചകൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വിവരിച്ചു കൊടുക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. ആസ് ദ ടു ബിക്കെയിം ഫ്രണ്ട്സ്, രണ്ടാളും സുഹൃത്തുക്കളായപ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളായി തീർന്നപ്പോൾ, ദ വൺ നെക്സ്റ്റ് ടു ദ വിൻഡോ, ജനലിനോട് ചേർന്ന് കിടക്കുന്ന ആ മനുഷ്യൻ, വുഡ് ലുക്ക് ഔട്ട് ഓഫ് ഇറ്റ്, ലുക്ക് ഔട്ട്, പുറത്തേക്ക് നോക്കി, ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കി, ആൻഡ് ദെൻ സ്പെൻഡ് ദ നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ്, അടുത്ത മണിക്കൂറുകൾ അദ്ദേഹം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? ഡിലൈറ്റിംഗ് ഹിസ് ബെഡ് റിഡൻ കമ്പാനിയൻ വിത്ത് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. ഡിലൈറ്റിംഗ് ഹിസ് ബെഡ് റിഡൻ കമ്പാനിയൻ വിത്ത് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. തൻ്റെ ബെഡ് റിഡൻ ആയിട്ടുള്ള, ബെഡിൽ കിടക്കുന്ന തൻ്റെ ആ സുഹൃത്തിനോട് അദ്ദേഹം പുറത്ത് നടക്കുന്ന ജീവിത കാഴ്ചകളുടെ പലതരത്തിലുള്ള വിവരണങ്ങൾ അദ്ദേഹത്തിന് പകർന്നു കൊടുക്കും. ഓക്കെ. സം ഡേയ്സ് ഹി വുഡ് ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് ഇൻ ദ പാർക്ക് അക്രോസ് ഫ്രം ദ ഹോസ്പിറ്റൽ ആൻഡ് ഹൗ ദ ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. സം ഡേയ്സ്, ചില ദിവസങ്ങളിൽ, ഹി വുഡ് ഡിസ്ക്രൈബ്, അയാൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, അയാൾ വിവരിച്ചു കൊടുക്കും. എന്താണ് വിവരിച്ചു കൊടുക്കുക? ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് ഇൻ ദ പാർക്ക്, അതായത് പാർക്കിലുള്ള, പുറത്ത് പാർക്കിലുള്ള മരങ്ങളുടെ ഭംഗി. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് ഇൻ ദ പാർക്ക് അക്രോസ് ഫ്രം ദ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള പാർക്കിൽ കാണുന്ന അവിടുത്തെ മരങ്ങളുടെ ഭംഗിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കും. സം ഡേയ്സ് ഹി വുഡ് ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് ഇൻ ദ പാർക്ക് അക്രോസ് ഫ്രം ദ ഹോസ്പിറ്റൽ
ആൻഡ് ഹൗ ദ ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. മാത്രമല്ല എങ്ങനെയാണ് എങ്ങനെയാണ് ദ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ അല്ലേ, ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്, അതായത് കാറ്റടിക്കുമ്പോൾ ഇലകൾ എങ്ങനെയാണ് അനങ്ങുന്നത്, അല്ലെങ്കിൽ ഇലകൾക്ക് വരുന്ന ചലനങ്ങളെക്കുറിച്ച് ഈ സുഹൃത്തിന് വിവരിച്ചു കൊടുക്കും. ഒന്നുകൂടി പറയാം. സം ഡേയ്സ് ഹി വുഡ് ഡിസ്ക്രൈബ് the beauty of the trees in the park across from the hospital and how the leaves danced in the wind. On other days, മറ്റു ദിവസങ്ങളിൽ, on other days എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദിവസങ്ങളിൽ, he would entertain his friend. entertain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കുക അല്ലേ, അയാളെ നമ്മൾ entertain ചെയ്യുക എന്ന് പറയും. he would entertain his friend with a step-by-step replays of the things people were doing as they walked by the hospital. ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്ന ആളുകളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള, അതായത് അവർക്ക് പല ആളുകളും പലതരത്തിലുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ തൻ്റെ സുഹൃത്തിന് ഓരോ ആളുകളെക്കുറിച്ചും ഇങ്ങനെ വിവരണങ്ങൾ ഇങ്ങനെ കൊടുക്കും. However, as time went on, the bedridden man grew frustrated at his inability to observe the wonders his friend described. However, as time went on, അങ്ങനെ സമയം കടന്നു പോകുമ്പോൾ the bedridden man grew frustrated. the bedridden man എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരപ്പെട്ട ആള്. ഓക്കെ, the bedridden man grew frustrated. അദ്ദേഹത്തിനൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു മെല്ലെ ഒരു ബുദ്ധിമുട്ട് തരാൻ തുടങ്ങി. at his inability to observe the wonders his friend described. എന്തിലാണ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വരാൻ തുടങ്ങിയത്? at his inability to observe the wonders his friend described. അതായത് തൻ്റെ സുഹൃത്ത് വിവരിച്ചു കൊടുത്ത ആ കാഴ്ചകൾ, ആ അത്ഭുതകരമായ കാഴ്ചകൾ കാണാനുള്ള കഴിവില്ലായ്മ, ആ ഇനബിലിറ്റി, അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അയാൾക്ക് ചെറിയ ബുദ്ധിമുട്ട്, അയാളുടെ ഉള്ളിൽ ചെറിയ വിഷമൊക്കെ വരാൻ തുടങ്ങി. ഇവൻച്വലി എന്ന് പറഞ്ഞാൽ അവസാനം he grew to dislike him. അതായത് അദ്ദേഹത്തോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ആ ഇഷ്ടമൊക്കെ ഇപ്പോൾ പോയി, ഇപ്പോൾ ആ ഇഷ്ടം എന്നുള്ളത് ഒരു അനിഷ്ടമായിട്ട് മാറി. and then to hate him intensely. പിന്നെ ഇപ്പോൾ അത് എന്തായിട്ട് മാറി? അതൊരു വെറുപ്പായിട്ട് മാറി, കടുത്ത വെറുപ്പായിട്ട് മാറി. ഓക്കെ, ഇവൻച്വലി he grew to dislike him. അതായത് മെല്ലെ അത് എന്താ, ഇഷ്ടം അനിഷ്ടമായിട്ട് മാറാൻ തുടങ്ങി. ഗ്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്നു എന്നാണ് കേട്ടോ. ഗ്രോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണ് ഗ്രൂ എന്നുള്ളത്. grew to dislike him and then to hate him. വെറുക്കാൻ തുടങ്ങി അദ്ദേഹത്തെ. intensely, കടുത്ത വെറുപ്പായിട്ട് മാറി എന്നാണ് പറയുന്നത്. one night, ഒരു രാത്രി, during a particularly bad coughing fit. അതായത് ഒരു രാത്രി, കടുത്ത ചുമ ഉണ്ടായിരുന്ന ഒരു രാത്രി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, during a particularly bad coughing fit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ചുമ ഉണ്ടായിരുന്ന ഒരു രാത്രിയിൽ അന്ന് എന്താണ് സംഭവിച്ചത്? the patient next to the window stopped breathing. ആ ജനലിനോട് ചേർന്ന് കിടന്നിട്ടുണ്ടായിരുന്ന മനുഷ്യൻ stopped breathing. അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലച്ചുപോയി. the patient next to the window stopped breathing. rather than pressing the button for help, the other man chose do nothing. അതായത് തൻ്റെ സുഹൃത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കൊടുക്കുന്നതിന് പകരം, അങ്ങനെ ചെയ്യുന്നതിന് വിരുദ്ധമായി, rather than pressing the button for help എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായം ചെയ്യുക, സഹായഹസ്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ. rather than pressing the button for help, the other man chose do nothing. അപ്പോൾ ഈ മനുഷ്യൻ, അതായത് ഈ മാറിക്കിടക്കുന്ന ഈ മനുഷ്യൻ, അയാൾ ഒന്നും ചെയ്തില്ല എന്നാണ് പറയണത്. the other man chose do nothing. അയാൾ ഒന്നും ചെയ്യാതെ ഇരുന്നു എന്നാണ്. the next morning, അപ്പോൾ അടുത്ത ദിവസം രാവിലെ, the patient who had given his friend so much happiness by recounting the sights outside the window was pronounced dead and wheeled out of the hospital room. അടുത്ത ദിവസം, the next morning, the patient, ഈ patient, അതായത് ജനലിനോട് ചേർന്ന് കിടന്ന മനുഷ്യൻ, who had given his friend so much happiness, തൻ്റെ സുഹൃത്തിന് ഒരുപാട് സന്തോഷങ്ങൾ പകർന്നേകിയ ഈ മനുഷ്യൻ, had given his friend so much happiness by recounting the sights outside
ദ വിൻഡോ, അതായത് ജനലിൻ്റെ പുറത്തുള്ള കാഴ്ചകളുടെ മനോഹരമായിട്ടുള്ള വിവരണങ്ങൾ നൽകി കൊടുത്ത ആ മനുഷ്യൻ വാസ് പ്രൊനൗൺസ്ഡ് ഡെഡ്. അയാൾ മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് പറയാണ്. വാസ് പ്രൊനൗൺസ്ഡ് ഡെഡ് ആൻഡ് വീൽഡ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ റൂം. അദ്ദേഹത്തെ ഹോസ്പിറ്റൽ റൂമിൻ്റെ പുറത്തേക്ക് നേരത്തെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് വീൽഡ് ഇൻ ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വീൽഡ് ഔട്ടാണ്. ആ മനുഷ്യനെ ആ സ്ട്രെച്ചറിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി, ഹോസ്പിറ്റൽ മുറിയുടെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ദ നെക്സ്റ്റ് മോർണിംഗ് ദ പേഷ്യൻ്റ് ഹു ഹാഡ് ഗിവൺ ഹിസ് ഫ്രണ്ട്, അതായത് തൻ്റെ സുഹൃത്തിന് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഹാഡ് ഗിവൺ ഹിസ് ഫ്രണ്ട് സോ മച്ച് ഹാപ്പിനെസ്, ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്ന ആ മനുഷ്യൻ ബൈ റീകൗണ്ടിങ് ദ സൈറ്റ് ഔട്ട്സൈഡ് ദ വിൻഡോ വാസ് പ്രൊനൗൺസ്ഡ് ഡെഡ്. അയാൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ആൻഡ് വീൽഡ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ റൂം, അയാൾ അങ്ങനെ ഹോസ്പിറ്റൽ റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. The other man quickly asked that his bed be placed next to the window, a request that was complied with the attending nurse. The other man, അവിടെ ബാക്കിയുണ്ടായിരുന്ന ആ മനുഷ്യൻ, അയാൾ എന്താ ചെയ്തത്? Quickly asked that his bed be placed next to the window. അയാൾ പെട്ടെന്ന് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? That his bed be placed next to the window. തൻ്റെ ബെഡ് എത്രയും പെട്ടെന്ന് എങ്ങോട്ട് ഇടണം? ആ വിൻഡോ, ജനലിൻ്റെ അടുത്തേക്ക്, അതായത് ആ നേരത്തെ സുഹൃത്ത് കടന്നിരുന്ന ജനലിൻ്റെ അടുത്തേക്ക് ഇടണം എന്ന് പറഞ്ഞു. സോ ഹിസ് ബെഡ് ബി പ്ലേസ്ഡ് നെക്സ്റ്റ് ടു ദ വിൻഡോ, എ റിക്വസ്റ്റ് ദാറ്റ് വാസ് കംപ്ലൈഡ് വിത്ത് ദ അറ്റൻഡിങ് നേഴ്സ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു നേഴ്സിനോട് അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് അദ്ദേഹം പറയാണ്, എ റിക്വസ്റ്റ് ദാറ്റ് വാസ് കംപ്ലൈഡ് വിത്ത് ദി അറ്റൻഡിങ് നേഴ്സ്. ബട്ട് ആസ് ഹി ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ, പക്ഷേ ആസ് ഹി ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ, അദ്ദേഹം ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ, looked out the window, he discovered something that made him shake. But as he looked out the window, he discovered something. അദ്ദേഹം കണ്ട കാര്യം, അല്ലെങ്കിൽ പുറത്ത് കണ്ട കാര്യം കണ്ടിട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. Something that made him shake. ഇപ്പോൾ പുറത്ത് കണ്ട കാര്യം അദ്ദേഹത്തെ ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. The window faced a stark brick wall. ഈ വിൻഡോയുടെ പുറത്തേക്കുള്ള കാഴ്ച ഒന്നുമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഇഷ്ടിക കൊണ്ട് മറ്റൊരു മതിൽ, ഇതിനെ മൊത്തം മറക്കുമാറ് മറ്റൊരു മതിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ദ വിൻഡോ ഫേസ്ഡ് എ സ്റ്റാർക്ക് ബ്രിക്ക് വാൾ. ഹിസ് ഫോർമർ റൂംമേറ്റ് ഹാഡ് കൺജേർഡ് അപ്പ് ദി ഇൻക്രെഡിബിൾ സൈറ്റ്സ് ദാറ്റ് ഹി ഡിസ്ക്രൈബ്ഡ് ഇൻ ഹിസ് ഇമാജിനേഷൻ ആസ് എ ലവിംഗ് ജെസ്റ്റർ ടു മേക്ക് ദ വേൾഡ് ഓഫ് ഹിസ് ഫ്രണ്ട് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ ഡ്യൂറിങ് എ ഡിഫിക്കൽട്ട് ടൈം. അപ്പോൾ ഹിസ് ഫോർമർ റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുൻപുണ്ടായിരുന്ന ആ റൂംമേറ്റ്, ആ മരിച്ചുപോയ റൂംമേറ്റ്, ഹാഡ് കൺജേർഡ് അപ്പ് ദ ഇൻക്രെഡിബിൾ സൈറ്റ് ദാറ്റ് ഹി ഡിസ്ക്രൈബ്ഡ് ഇൻ ഹിസ് ഇമാജിനേഷൻ. അപ്പോൾ അദ്ദേഹം ആ വിവരിച്ച കാര്യങ്ങൾ, തൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിൽ നിന്ന്, തൻ്റെ സങ്കല്പത്തിൽ നിന്ന്, ഇമാജിനേഷനിൽ നിന്ന് എടുത്ത കാര്യങ്ങളായിരുന്നു. അതെന്തിനാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആസ് എ ലവിങ് ജെസ്റ്റർ, അതൊരു സന്തോഷത്തിൻ്റെ ഒരു അടയാളമായിട്ട്, ഒരു സന്തോഷം ഒരാൾക്ക് പകർന്നേക്കാൻ വേണ്ടിയിട്ട്. ടു മേക്ക് ദ വേൾഡ് ഓഫ് ഹിസ് ഫ്രണ്ട് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ ഡ്യൂറിങ് എ ഡിഫിക്കൽട്ട് ടൈം. അതായത് തൻ്റെ സുഹൃത്തിന്, അവിടെ വന്ന സുഹൃത്തിന് ഓൾറെഡി അസുഖമായിരുന്നു. അപ്പോൾ ആ അസുഖമായിരുന്ന സുഹൃത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള, ബുദ്ധിമുട്ടുന്ന സമയത്തിൽ തൻ്റെ ബുദ്ധിമുട്ടുകൾ മറന്നും തൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹി ഹാഡ് ആക്റ്റഡ് ഔട്ട് ഓഫ് സെൽഫ്ലെസ് ലവ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അതായത് വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഉദാഹരണമായിട്ട് ആ മനുഷ്യൻ മാറുകയായിരുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ വായിച്ചു തുടങ്ങുക, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. 60 ദിവസത്തെ സ്പീക്കിംഗ് പ്രാക്ടീസുകളാണ്. അപ്പോൾ ഈ സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ലൊരു ഫ്ലുവൻറ്റ് സ്പീക്കറായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഈ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. So we'll see you in another class. Thank you for listening. Bye for now.